ഹലോ എവരിവൺ, കഴിഞ്ഞ റീലിൽ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ട്. സോ അത് ബേസിക്കലി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നോളജി തന്നെയാണ് ബ്ലോക്ക് ചെയിൻ. കാരണം വരും കാലത്ത് അത് അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഇന്നൊരു വീഡിയോ കണ്ടക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കാനും കൂടിയാണ്. സോ പലരും ക്രിപ്റ്റോ കറൻസിയെ ധരിച്ചു വെച്ചേക്കുന്നത് പല രീതിയിലാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. സോ ബേസിക്കലി ക്രിപ്റ്റോ കറൻസി എന്താ അറിയണേക്കാളും മുന്നേ നിങ്ങൾ എവല്യൂഷൻ ഓഫ് മണിയെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസിയെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ബാർട്ടർ സിസ്റ്റത്തെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഏർലിയർ സ്റ്റേജ് ആണ്. അവിടെ ഡബിൾ കോൺഫറൻസ് ഓഫ് വാണ്ട്, അതായത് രണ്ട് പാർട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ആവണം. വിച്ച് മീൻസ് എനിക്ക് വേണ്ടത് ആളുടെയും ആൾക്ക് വേണ്ടതും എന്റെയിലും ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുള്ളൂ. സോ ഇതിൽ കുറെ പരിമിതികളും കാര്യങ്ങളും വന്നതോടുകൂടി തന്നെ ഇവിടെ ഗോൾഡ് പിന്നീട് വന്നു. സോ ഗോൾഡ് ത്രൂ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണോടി അതിലും കുറച്ച് പരിമിതികൾ കാര്യങ്ങൾ വന്നു. പിന്നെ മെറ്റലായി, പിന്നെ അതിലും കുറച്ച് കാര്യങ്ങൾ വന്നു. പിന്നെ ഇപ്പോ കറൻസി. ഈ കറൻസി നമുക്കറിയാം ഒരു ഫിയസ് കറൻസിയാണ്. സോ അത് ത്രൂ ആണ് ഇപ്പൊ പലരും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത്. ബട്ട് ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കൈമേലിരിക്കുന്ന ഫണ്ട് ഇസ് ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെന്റ്. നിങ്ങളുടെ കൈമേലിരിക്കുന്ന ഫണ്ട് പ്രിന്റ് ചെയ്യുന്നതാവട്ടെ ഗവൺമെന്റ് ആണ്, വിച്ച് മീൻസ് RBI. ഇവിടെ they have full responsible, they have power to demonetize, they have power to print currency accordingly. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം people like to invest in government issued banks and bonds, right? പിന്നീട് ഇന്റർനെറ്റ് ബാങ്കിങ്ങിലേക്ക് മാറി. പൊതുവെ സാറ്റിസ്ഫൈ ആണ് നമ്മളെല്ലാവരും, ശരിയാണ്, നമുക്ക് GPay ത്രൂ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് മിക്കപ്പോഴും നമ്മൾ രാത്രി സമയങ്ങളിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് പൈസ ഒരാൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് രാത്രി 12 മണി 2 മണി സമയത്ത് അയക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സർവർ ഡൗൺ ആവാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. Want to be control of your money? Here is why you should care about cryptocurrency. Cryptocurrency ഒരു ഡിജിറ്റൽ കറൻസി മാത്രമല്ല, അതൊരു ന്യൂ എവല്യൂഷൻ ഓഫ് ഡീസെൻട്രലൈസ്ഡ് ടെക്നോളജി കൂടിയാണ്. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു രീതിയിലുള്ള മിഡിൽ മെന്നോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ അങ്ങനെ ഒന്നുമില്ല. It's just you and the blockchain. That's it. ഇതിന്റെ മെയിൻ സവിശേഷത എന്തെന്നാൽ ഹൈലി സെക്യൂർ ആണ്, ട്രാൻസാക്ഷൻസ് വളരെ ഫാസ്റ്റ് ആണ്. അത് മാത്രമല്ല ക്രിപ്റ്റോയിൽ ഞാൻ പറഞ്ഞ ബേസ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ടിന്മേൽ ഒരു കൺട്രോൾ നിങ്ങൾക്ക് തന്നെ വരുത്താവുന്നതാണ്. ജസ്റ്റ് ട്രസ്റ്റ് ഇൻ ടെക്നോളജി ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ആൻഡ് ദ ന്യൂ ഇറ ഓഫ് ഫിനാൻഷ്യൽ ഫ്രീഡം. Don't let the future pass you by crypto changing the game. Are you ready?